ശ്രീ സുബ്രഹ്മണ്യനാണ് ഇപ്പോൾ ഓരോരുത്തരും അവരവരുടെ രാഷ്ട്രീയ പാർട്ടി ജയകുമാറൊക്കെ സ്ഥിരം വിളിക്കുന്ന ആളാണ്. അദ്ദേഹം കോൺഗ്രസിന്റെ പ്രവർത്തനമാണ്, നമുക്കറിയാം. അറിയാവുന്ന വെച്ചാൽ അദ്ദേഹം സ്ഥിരമായി കോൺഗ്രസിന് വേണ്ടി അഭിപ്രായം പറയുന്ന ഒരാളാണ്. മറ്റ് ചിലരെ വിളിക്കുന്ന ആൾ കോൺഗ്രസ് പ്രവർത്തകനാണെന്ന് പറഞ്ഞാൽ എനിക്ക് കോൺഗ്രസ് പ്രവർത്തകനാണോ ഇനി CPM പ്രവർത്തകനാണോ എന്ന് തിരിച്ചറിയാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല. അവർ പറയുന്നത് വിശ്വാസത്തിലെടുത്ത് നമുക്ക് അഭിപ്രായം കേൾക്കുക എന്ന് മാത്രമേ നിർവാഹമുള്ളൂ. അതുകൂടി അറിയിക്കുകയാണ്. ശ്രീ സുബ്രഹ്മണ്യനാണ് പെരുമ്പാവൂരിൽ നിന്ന്. ശ്രീ സുബ്രഹ്മണ്യൻ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? കിരൺ സാർ നമസ്കാരം. നമസ്കാരം. കിരൺ സാറേ, ഇലക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവര് തമ്മിൽ തല്ലി തുടങ്ങിയതുകൊണ്ട് ജനം ഇവരെ ഭരണം ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് നമ്മൾക്ക് 4-ാം തീയതി 12 മണിയാകുമ്പോഴേ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു. പിന്നെ സതീശനൊക്കെ വേണ്ടി വാദിക്കുന്നവര് അയാളൊരു ബഹളിയാ സാറേ. അയാൾ രാവിലെ പറയുന്നതല്ല ഉച്ചയ്ക്ക് പറയുന്നതല്ല വൈകിട്ട് പറയുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി ആവാൻ യോഗ്യത ഉള്ളത് രമേശ് ചെന്നിത്തല തന്നെയാണ്. കരുണാകരൻ മന്ത്രിസഭയില് ഗ്രാമവികസനം കൈകാര്യം ചെയ്ത രമേശ് ചെന്നിത്തല. ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്നുണ്ട്. മുരളീധരൻ ഇവരെയൊക്കെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എന്നാൽ രമേശ് ചെന്നിത്തല ഒരു സ്ഥലത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കുക. രമേശിന് അറിയാം 4-ാം തീയതി ഏകദേശം ഒരു 12-1 മണിയാവുമ്പോഴേക്ക് ഹൈക്കമാൻഡ് പറയും രമേശ് മുഖ്യമന്ത്രി ആകണമെന്ന് പറയും എന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് അറിയാം. രമേശിനൊരു അവസരം കിട്ടട്ടെ എന്നാണ് എന്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ സുബ്രഹ്മണ്യനാണ് പെരുമ്പാവൂരിൽ നിന്നും പ്രതികരിച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.